MK ഷുക്കൂർ നമ്മുടെ കൂടെ ഉണ്ട്. ഷുക്കൂർ, ഈ ഇതുവരെ കടന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ജില്ലകളിൽ മിക്കതിലും UDFന്റെ ആധിപത്യം കാണാം. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ പാലക്കാട് അത് കാണുന്നില്ല. തൃശ്ശൂരിലേക്ക് വരുമ്പോഴും ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. തൃശ്ശൂര് ഈ മലബാറിന്റെ ടോട്ടൽ മൂഡിന്റെ കൂടെ ഇത്തവണ UDFന് അനുകൂലമായി ചിന്തിക്കുമെന്ന് വിചാരിക്കാമോ? നിഷാദ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു UDFന് അനുകൂലമായി ചിന്തിക്കാത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂർ കോർപ്പറേഷനിൽ മാത്രമാണ് UDFന് മുന്നോട്ട് വരാനായത്. കോൺഗ്രസ് സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായ ഒരു ജില്ല എന്ന അർത്ഥത്തിൽ തൃശ്ശൂരിൽ, നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞതുപോലെ, തൃശ്ശൂരിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു വലിയ തരംഗ സംസ്ഥാനത്ത് UDFന് അനുകൂലമായി ഉണ്ടാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം നമുക്കൊരു പ്രതീക്ഷ വെക്കാവുന്നതാണ്. കാരണം അവിടെ രാജൻ ജെ പല്ലൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ തന്നെ ഈ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു പരിധി വിട്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. LDFന്റെ സ്ഥാനാർത്ഥി താരതമ്യേന ദുർബലനായിരുന്നു. ആ അർത്ഥത്തിൽ തൃശ്ശൂരിൽ രാജൻ ജെ പല്ലന് ഒരു മുൻകൈ ഉണ്ട് എന്നത് ഒരു ഏറെക്കുറെ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു. തൃശ്ശൂരിൽ ആകെയുള്ള 13 സീറ്റുകളിൽ കേവലം ഒരു ചെറിയ കാര്യം, ഞങ്ങളുടെ ഇടയിലുള്ള ഒരു തർക്കം നടക്കുന്നത് തൃശ്ശൂർ സീറ്റ് പിടിച്ചു, അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന സീറ്റ് പിടിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു UDF തരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശത്തിൽ അങ്ങനെ സഹായിച്ചിട്ടില്ലാത്ത സ്ഥലമാണ് UDFന് തൃശ്ശൂർ. അവിടെ ഇത്തവണ UDF മാജിക് ഉണ്ടാക്കുമോ? ജിമ്മി, തൃശ്ശൂർ നഗരമടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ UDF അനുകൂല വോട്ടർമാരുടെ ഏറ്റവും വലിയ ഏജൻസി കോൺഗ്രസ് അല്ല. അത് ഏറെക്കുറെ സഭയും NSSഉം പോലെയുള്ള സംഘടനകളാണ്. ആ സംഘടനകൾക്കൊക്കെ നിലവിൽ തൃശ്ശൂരിൽ UDFനോട് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് അവർ അനുകൂലമായതുകൊണ്ട് തങ്ങൾക്ക് തരംഗമുണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പൊതുവെ വെച്ച് പുലർത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ആ ഒരു പോസിറ്റീവ് കോൺഗ്രസിന് എന്തായാലും ഉണ്ട്. എന്തായാലും തൃശ്ശൂരിൽ സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചാലക്കുടിക്ക് പുറകെ തൃശ്ശൂരും അതുപോലെ തന്നെ മണലൂർ അടക്കം ഉള്ള സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ട്. ഏതായാലും മെച്ചപ്പെടും. പക്ഷേ ഷുക്കൂർ പറഞ്ഞ ഈ 3 മണ്ഡലങ്ങൾ, അതായത് തൃശ്ശൂർ, മണലൂർ, ചാലക്കുടി, അതല്ലാതെ വേറെ ഒന്നിലും എവിടെയുണ്ട്? വേറെ എവിടെയുണ്ട്? ഒരു സീറ്റേ ഉള്ളൂ, അത് 3 ആവും. തൃശ്ശൂരിൽ LDF 9 മുതൽ 11 വരെ സീറ്റ് നേടാം. UDF 2 മുതൽ 4 വരെ സീറ്റ് നേടുമെന്ന്. തരംഗം പോയി കേട്ടോ, തരംഗം പോയി. തരംഗമില്ല. അല്ല, അത് പാലക്കാട് പോയി, തൃശ്ശൂർ പോയി. അജിംസിന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അജിംസിന്റെ വോട്ടറിന്റെ സഞ്ചാരം മലബാർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ പാലക്കാടില്ല, തൃശ്ശൂരില്ല. പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തിരുവനന്തപുരത്തിന് നോക്കിയിരിക്കുകയാണല്ലേ. കിട്ടണമെങ്കിൽ തൃശ്ശൂർ പിടിക്കണം എന്നാണ്. ഈ സർവേ ഫലം 90-ലെത്താൻ പോകുന്നില്ല. തൃശ്ശൂരിൽ അല്ല, ഈ സർവേ അനുസരിച്ച് 90 അല്ല. നമ്മള് നേരത്തെ പറഞ്ഞത് ആക്സിസ് മൈൻഡിയുടെയാണ് 90. ഇത് 90 പോലും എത്തില്ല. 90 എത്തില്ല. അപ്പൊ VD സതീശൻ പറഞ്ഞ 90+100+ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സി വോട്ടർ കൃത്യമായിട്ട് കാണിച്ചായിരുന്നു. ജില്ല പോയി. സ്വാഭാവികമായി കിട്ടുന്ന നോർത്ത് മലബാർ, നോർത്ത് കേരളം 2 മുതൽ 4 വരെ എന്നുള്ളതാണ്. 4 പരമാവധി ലഭിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലം കൂടി വരുമെന്ന് നിങ്ങൾ പറയൂ. ഇപ്പൊ നമ്മൾ 3 മണ്ഡലങ്ങൾ പറഞ്ഞു. ഇനി ഇത് കൂടാതെ ഇപ്പൊ ഈ പറഞ്ഞ കുന്നംകുളത്ത് UDFന് ജയസാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് ഞാനും സംശയിച്ചു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട CPM നേതാവിനോട് സംസാരിച്ചപ്പോ അങ്ങനെയല്ല, അത് കുന്നംകുളം LDF നിലനിർത്തും. ഷുക്കൂർ, ഈ പറഞ്ഞ 3 സീറ്റുകൾക്കപ്പുറം വേറെ ഏതെങ്കിലും സീറ്റ്, കാരണം 90+ലേക്ക് പോകണമെങ്കിൽ, 90 എങ്കിലും എത്തണമെങ്കിൽ ഈ പറഞ്ഞ തൃശ്ശൂരിൽ 3-ന് മുകളിലേക്ക് പോകണം. ഷുക്കൂറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? 3-ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് സത്യത്തിൽ. പക്ഷേ കുന്നംകുളം, ഗുരുവായൂർ ഈ 2 സീറ്റുകളിലൊന്നിൽ UDF വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് CPMന്റെ സംഘടനാ സംവിധാനം വെച്ച് അവിടെ മറികടക്കുക എന്നുള്ളത് ഒരു അത്ഭുതകരമായ സംഭവമായിരിക്കും. തരംഗമുണ്ടെങ്കിൽ ഈ 2 സീറ്റിൽ മനസ്സിലാക്കാം. അതായത് 3-ന് തരംഗമുണ്ടെങ്കിൽ പോലും 12 സീറ്റിൽ 5 സീറ്റ് വരെ തൃശ്ശൂരിൽ കിട്ടും. 4 വരെ ഉള്ളൂ എന്നാണ് 100+ സതീശന്റെ പ്രതീക്ഷ. 90+ പിടിച്ചോ. 90 സി വോട്ടർ അനുസരിച്ചാണെങ്കിൽ 90 എത്തില്ല. ഒരിക്കലും ഇപ്പൊ തന്നെ 25, 38, 35, 48 10 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അറിയാൻ സാധ്യതയുള്ള അടക്കല്ലേ. തീർച്ചയായും. അപ്പൊ പാലക്കാടും തൃശ്ശൂരും നമ്മൾ വിചാരിക്കുന്ന ആ വലിയ തേരോട്ടം UDFന്റെ വടക്കൻ കേരളത്തിൽ ഉണ്ടായത് പാലക്കാട് വന്നപ്പോൾ ഒന്ന് തളർന്നു, തൃശ്ശൂരിൽ വന്നപ്പോൾ ചെറുതായി ഒന്ന് മുന്നോട്ടാഞ്ഞ ശേഷം വീണ്ടും നിൽക്കുകയാണ്. പാലക്കാട്
പരമാവധി 5 സീറ്റ്, തൃശ്ശൂരിൽ പരമാവധി 3 അല്ല, അവിടെ ആണെങ്കിൽ തൃശ്ശൂരിൽ ഈ നേട്ടം അവർക്ക് നിലനിർത്താൻ കഴിയുന്നതിനുള്ള കാരണങ്ങൾ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവരുടെ MLA-മാരുടെ പെർഫോമൻസും കൂടി. സേവിയർ ചിറ്റിലപ്പള്ളിയെ പോലുള്ള MLA ഒക്കെ പൊതുവിൽ നല്ല ഇമേജുള്ള ആളാണ്. അതുപോലെ തന്നെ ചേലക്കരപ്പിനെ സംശയിക്കാനില്ല. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു ഒരു മന്ത്രി ജയിച്ചു വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതാണ്. ടൈറ്റ് മത്സരമാണെന്നാണ് പറഞ്ഞത്. തോമസ് ഉണ്ണിയാടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൃശ്ശൂരിൽ UDF-ന്റെ സ്ക്വാഡിനെ നയിക്കുന്നത് TN പ്രതാപനാണ്. മറ്റൊരു സ്റ്റാർ മുഖം തൃശ്ശൂരിൽ UDF-ന് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. DCC പ്രസിഡന്റിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ വേണ്ടി വന്ന. ഞാൻ പറഞ്ഞത് കിടക്കുമല്ലോ അല്ലേ? TN പ്രതാപൻ ജയിക്കുമെന്നാണ് ആ ലിസ്റ്റിലുള്ളതാണ് മണ്ഡലം. അതെ. അപ്പൊ 2 മുതൽ 4 വരെയാണ് ഞാൻ പറയുന്നത്. ഒരു സാധ്യത പിന്നീട് ശക്തമായ മത്സരം നടക്കുന്നു എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട സാധ്യതയുണ്ട്. നോക്കാം. അപ്പൊ ബാക്കി ജില്ലകളിൽ UDF-ന് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്, LDF-ന് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന പ്രതീക്ഷ എന്താണെന്ന് നോക്കണം.